ഓക്കെ. അപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പേ, നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ ഏതൊക്കെ സബ്ജക്റ്റിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നാണ് ഈ ഒരു സെക്ഷൻ ഞാൻ പറഞ്ഞു തരുന്നത്. അതായത് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് സബ്ജക്റ്റ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ആ സബ്ജക്റ്റിനകത്ത് നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾ മുൻകൂട്ടി പഠിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണമെന്നാണ് ഇവിടെ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ സബ്ജക്റ്റ് വൈസ് പറഞ്ഞു തരാം, ഏതൊക്കെ ടോപ്പിക്കാണ് ഓരോ സബ്ജക്റ്റിൽ നിന്ന് പഠിക്കേണ്ടതെന്നും അതേപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ അവിടുന്ന് നമ്മൾ പഠിക്കണമെന്ന് ഇനി ഓരോ ക്ലാസ്സിൽ വരുമ്പോൾ സബ്ജക്റ്റ് അനുസരിച്ച് നമ്മൾ പഠിപ്പിച്ച് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പതുക്കെ മനസ്സിലാക്കാം. ഓക്കെ. ആദ്യം നമ്മൾ നോക്കുന്നത് നമ്മുടെ സൈക്കോളജിയാണ്. നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു വിഷയമാണ് നമ്മുടെ സൈക്കോളജി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സൈക്കോളജിക്കകത്ത് സൈക്കോളജിക്കകത്ത് നമുക്ക് നോക്കാനായിട്ട് പറഞ്ഞാൽ നമുക്കറിയാം ശിശു മനഃശാസ്ത്രം അല്ലേ, അതാണ് നമുക്ക് മെയിനായിട്ട് ചോദിക്കുന്നത്. അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി എന്ന് പറയുന്നത് വിദ്യാഭ്യാസപരമായും അതുപോലെ തന്നെ കുട്ടികളിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അവരുടെ വളർച്ച, വികാസം എന്നിങ്ങനെ പോലെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള സൈക്കോളജിക്കകത്തെ കാര്യങ്ങളാണ് നമ്മൾ ആദ്യമേ നോക്കുന്നത്. കാരണം സൈക്കോളജി എന്ന് പറഞ്ഞ വിഷയം അധ്യാപകരായ നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്തിനാണ് അറിഞ്ഞിരിക്കേണ്ടത്? ഒരു കുട്ടിയെ കൈകാര്യം ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ മനോഭാവ നില, അവനായിരിക്കുന്ന അവസ്ഥ, അവൻ്റെ ഭൗതിക നില, അവൻ്റെ മാനസിക നില, അവൻ്റെ ശാരീരിക പക്വത, ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ, ഇതൊക്കെ അറിയണമെങ്കിൽ എന്ത് വേണം? കുട്ടികളുടെ ഒരു സൈക്കോളജി നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ശിശു മനഃശാസ്ത്രത്തിന് നമ്മൾ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നത്. ശിശു മനഃശാസ്ത്രം തന്നെയല്ല, പല മനഃശാസ്ത്രങ്ങളുണ്ട്, 9 or 10 ശാഖകളുണ്ട്. അതിലെ ഒരു മനഃശാസ്ത്ര ശാഖ മാത്രമാണ് ഈ പറയുന്നത് നമ്മൾ പഠിക്കുന്ന ശിശു മനഃശാസ്ത്രം എന്ന് പറയുന്നത്. ആ ശിശു മനഃശാസ്ത്രം അല്ലെങ്കിൽ ആ ചൈൽഡ് സൈക്കോളജിക്കകത്ത് നമുക്ക് പഠിക്കാനുള്ള കുറച്ച് ടോപ്പിക്സാണ് അഡോളസെൻ്റ് സൈക്കോളജി ഉണ്ട്. അതായത് നമ്മുടെ കൗമാര മനഃശാസ്ത്രം കാണും. അതായത് നമ്മൾ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ നമ്മൾക്ക് LP UP ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികളെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ വരെയുള്ള പിള്ളേരിൽ കാണപ്പെടുന്ന മാറ്റങ്ങൾ, അവരെന്തൊക്കെ കാര്യത്തിലായിരിക്കും ഇൻവോൾവ് ആവുന്നത്, അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്നൊക്കെയായിരിക്കും, അവരെന്ത് ചെയ്യാനായിരിക്കും കൂടുതൽ താല്പര്യപ്പെടുന്നത്, ഇതിനെപ്പറ്റിയൊക്കെയുള്ള ഗ്രാഹ്യം നമുക്ക് തരുവാണ് ഈ പറയുന്ന സൈക്കോളജിക്കകത്തോടി. അതുതന്നെയല്ല, ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം മാനസികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇപ്പം നമുക്കറിയാമല്ലോ ശാരീരികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പം വിഷമിച്ചിരിക്കുന്ന ഒരു കുട്ടിയെ, അല്ലെങ്കിൽ വൈകാരികമായിട്ട് വൈകാരിക നില പ്രശ്നമുള്ള ഒരു കുട്ടിയെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇതൊക്കെ നമ്മളെ പറഞ്ഞു തരുന്നത് എവിടെയാണ്? നമ്മുടെ സൈക്കോളജിക്കകത്താണ്, മനഃശാസ്ത്രത്തിനകത്താണ്. സോ അതുകൊണ്ട് തന്നെ മനഃശാസ്ത്രം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. മനഃശാസ്ത്രത്തിൽ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്സാണ്, അല്ലെങ്കിൽ നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്കാണ്. ഒന്നാമത്തേത് പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ പഠിക്കണം കേട്ടോ. അതായത് പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. പിന്നെ സിദ്ധാന്തങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. അതായത് പഠനത്തെക്കുറിച്ചുള്ള ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം, അതുപോലെ തന്നെ കോഹ്ലറുടെ തിയറി, അതുപോലെ തന്നെ നമ്മുടെ പാവ്ലോവ്, വാട്സൺ, തോണ്ടേക്ക്, ഇവരുടെയൊക്കെ തിയറിയാണ് അവിടെ പറയുന്നത്. അതാണ് സിദ്ധാന്തങ്ങളായിട്ട് വരുന്നത്. ആ മനഃശാസ്ത്രവും അതുപോലെ തന്നെ വിവിധ സമീപന നിയമങ്ങളും പിന്നെ അതുപോലെ തന്നെ സിദ്ധാന്തങ്ങളും അതാണ് വരുന്നത്. പിന്നെ വരുന്ന മനഃശാസ്ത്രജ്ഞന്മാരും അവരുടെ ആശയങ്ങളും, അതായത് നമുക്ക് ഘടനാവാദം മുതൽ നമ്മുടെ സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം വരെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പണ്ടത്തെ കാലത്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു. അതായത് നമ്മൾ ഒരു ഗുരുകുലം എന്ന് പറഞ്ഞ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്കൂള് വീടായിട്ട് തന്നെ കണ്ടുകൊണ്ട് അവിടെ തന്നെ ഗുരുക്കളും അതുപോലെ തന്നെ കുട്ടികളും എല്ലാം ഒരേപോലെ ഒരുമിച്ച് കിടന്നുറങ്ങി പഠിച്ചു പോകുന്ന സമ്പ്രദായമായിരുന്നു. അവിടെ ഒരു കുഴപ്പമുണ്ടായിരുന്നു, അത് അധ്യാപക കേന്ദ്രീകൃതമായിരുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ ടീച്ചറിനായിരുന്നു അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന വ്യക്തിക്കായിരുന്നു പ്രാധാന്യം കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് അവിടെ ഒരു റോളുമില്ല, അവർ ജസ്റ്റ് കേൾവിക്കാരായി അല്ലെങ്കിൽ കാഴ്ചക്കാരായി മാത്രം നിൽക്കുന്ന ഒരു കാഴ്ചപ്പാടായിരുന്നു അന്നുണ്ടായിരുന്നത് ഘടനാവാദത്തിൽ. മറിച്ച് ഓരോ വാദങ്ങൾ വന്നു കഴിഞ്ഞ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് സാമൂഹിക ജ്ഞാനപ്രതിവാദത്തിലാണ്. ആ ഒരു വരുന്ന കാലയളവ് മൊത്തം നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതായത് ഒരു തിയറി, ഒരു പോസ്റ്റുലേറ്റ് ഒരാൾ ഫോം ചെയ്യും, ആ പോസ്റ്റുലേറ്റ് തെറ്റാണെന്ന് അടുത്ത കൂട്ടർ കണ്ടുപിടിക്കും, പിന്നെ അവരുടെ തിയറിയിൽ ഫോമായി വരും, അത് പൊളിഞ്ഞെന്ന് പറഞ്ഞ് വേറൊരു കൂട്ടർ വരും, ഇങ്ങനെ പണിത് വരും പൊളിച്ചു കളയും, പണിത് വരും പൊളിച്ചു കളയും. അങ്ങനെ ഇപ്പം നമ്മൾ നിൽക്കുന്നത് സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദത്തിലാണ്, സോഷ്യൽ കൺസ്ട്രക്റ്റ് ഒരു ക്ലാസ് റൂമറിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് കുട്ടികൾ അറിവ് നിർമ്മിക്കുന്നവരാണ്, അവർ ശിശു കേന്ദ്രീകൃതമായിട്ട് പഠിപ്പിക്കണം. അധ്യാപകൻ അവിടെ ഒരു ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ ഒരു മെൻറ്ററായിട്ട് മാത്രം നിന്നാൽ മതി എന്ന് പറയുന്ന കാഴ്ചപ്പാടാണ് ഇന്നത്തെ സമീപനത്തിലുള്ളത്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ കുട്ടികൾക്കെല്ലാം നല്ല അറിവുണ്ട്, അവരുടെ വിരത്തുമ്പിൽ അറിവ് കിട്ടുന്നുണ്ട് അവർക്ക്.
നമ്മളവരെ നല്ല രീതിയിലുള്ള അറിവുകളിലേക്ക് നമ്മളവരെ നയിക്കുക, അല്ലെങ്കിൽ അവർ പഠിക്കേണ്ട രീതിയിലേക്ക് അവരെ മാറ്റുക. അതാണ് നമ്മളവിടെ നോക്കേണ്ടത് കേട്ടോ. അതാണ് സൈക്കോളജിക്കകത്ത് നമുക്ക് പഠിക്കാനുള്ള ഘടനാവാദം മുതൽ ജ്ഞാനനിർണയവാദത്തിനകത്ത് വരുന്നത്. പിന്നെ വരുന്നത് വിദ്യാഭ്യാസ ചിന്തകരും അവരുടെ ദർശനങ്ങളും. അതായത് റൂസോ, ഇങ്ങനെ പോലുള്ള നമ്മുടെ ഗാന്ധിജി, ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ പല കാര്യങ്ങൾ വിദ്യാഭ്യാസത്തെ പറ്റി പറയുന്നുണ്ട്. വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ എന്തുകൊണ്ട് പഠിക്കണം, പഠിക്കുന്നതിന് ഇമ്പോർട്ടൻസ് എന്തൊക്കെ എന്നൊക്കെയുള്ള തിയറീസ് കുറേ അവിടെ പറയുന്നുണ്ട്, അത് പഠിക്കണം. പിന്നെ നമ്മുടെ മനഃശാസ്ത്ര പരീക്ഷണങ്ങൾ, അതായത് ഏകദേശം ഒരു 16 പരീക്ഷണങ്ങളുണ്ട്. അതായത് നമ്മുടെ പരീക്ഷണ രീതി, നിരീക്ഷണ രീതി, വസ്തുനിഷ്ഠ രീതി, സോഷ്യോമെട്രിക് ടെക്നിക്ക്, അതുപോലെ തന്നെ നമ്മുടെ ക്രിയാഗവേഷണം, ആത്മനിഷ്ഠ രീതി, അതുപോലെ തന്നെ നിരീക്ഷണ രീതി, ഇതുപോലെയുള്ള ഒരുപാട് മനഃശാസ്ത്ര പരീക്ഷണ രീതികളുണ്ട്. ആ പരീക്ഷണ രീതികൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതൊരു 16 എണ്ണോളം ഉണ്ട്. ആ 16 എണ്ണം നമുക്ക് പഠിക്കണം. അവിടെ നിന്നൊരു 2 അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ നമുക്ക് ഒബ്വിയസ്ലി കാണും. പിന്നെ നമുക്കുള്ളത് നമ്മുടെ ബഹുമുഖ ബുദ്ധിയാണ്. അതായത് നമ്മുടെ എന്താണ് വൈകാരിക ബുദ്ധി, അതുപോലെ തന്നെ നമ്മുടെ ലിംഗ്വിസ്റ്റിക് ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ശാരീരികപരമായിട്ടുള്ള ബുദ്ധി എന്ന് പറഞ്ഞോളെല്ലാം മനുഷ്യന് 9 എന്താണ് MI സ്കിൽസ്, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഉണ്ടെന്ന് പറഞ്ഞുള്ള തിയറി നമ്മൾ പഠിക്കാനായിട്ടുണ്ട്, ബഹുമുഖ ബുദ്ധി. പിന്നെ വൈകാരിക ബുദ്ധി പഠിക്കാനായിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ പാരമ്പര്യം, അതുപോലെ തന്നെ പര്യാവരണം കുട്ടികളിൽ എങ്ങനെ സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെൻറ്റ്. ഇപ്പം ചില കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിയായിരിക്കും. അതായത് അവൻ്റെ അച്ഛൻ IAS IPS ഒക്കെ ആയതുകൊണ്ട് തന്നെ കുട്ടികളുടെ കുറച്ചൊക്കെ എന്താണ് പറയുന്നത്, ഈ പറയുന്ന ഭൗതിക നില മാതാപിതാക്കളെ അനുസരിച്ച് വരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില കുട്ടികളൊക്കെ ഭയങ്കര ഹൈ ആയിരിക്കും, അതായത് ഗിഫ്റ്റഡ് ആയിരിക്കും പിള്ളേരൊക്കെ. അങ്ങനെയുള്ള പിള്ളേരുടെ മുമ്പിലേക്ക് ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു ഡൾ കൊച്ചു വരുമ്പോൾ അവരെയും കൂടി എങ്ങനെ മാനേജ് ചെയ്ത് പോകണം, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അതായത് നമ്മുടെ പാരമ്പര്യവും പര്യാവരണവും എങ്ങനെ ലിങ്ക് ചെയ്ത് പഠിപ്പിക്കണം, അതാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. പിന്നെ നമ്മുടെ മോട്ടിവേഷൻ്റെ പ്രാധാന്യം, അല്ലെങ്കിൽ നമ്മളൊരു അഭിപ്രേരണ, അഭിക്ഷമത. നമുക്കറിയാലോ, നമ്മളിപ്പോൾ സ്കൂളുകളിൽ മിക്കപ്പോഴും അഭിക്ഷമത പരീക്ഷകൾ നടത്താറുണ്ട്, അതായത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളൊക്കെ നടത്താറുണ്ട്. എന്തിനു വേണ്ട, നമുക്കല്ലെങ്കിൽ സർക്കാർ സ്കൂളിലും അതുപോലെ തന്നെ എയ്ഡഡ് സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നവർക്കറിയാം, നമ്മൾ കായിക മത്സരങ്ങളൊക്കെ വരും. അവിടെ പല വ്യത്യസ്തങ്ങളായിട്ടുള്ള രൂപങ്ങളും കലാപരമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഡാൻസ് പരമായിട്ടും പാട്ടുപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരോട് ചെയ്യും. അതിൽ അവരുടെ കഴിവുകൾ മനസ്സിലാക്കി അതിലെ നമ്മൾ അവരുടെ ആ കഴിവിലേക്ക് നമ്മൾ കൂടുതൽ കൊണ്ടുപോകുന്നതിന് പറയുന്ന പേരാണ് ഈ പറയുന്ന നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ സമായോജന ക്രിയാതന്ത്രങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം. അതായത് ഇപ്പം എനിക്ക് പരീക്ഷ പാടായിരുന്നപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറ്റം പറയുന്നു, അല്ലെങ്കിൽ പരീക്ഷ നടത്തിയ മാസത്തിനെ കുറ്റം പറയുന്നു, അല്ലെങ്കിൽ പരീക്ഷ എഴുതിയ പേനേനെ കുറ്റം പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ളത് പ്രക്ഷേപണ രീതി എന്ന് പറയും. അതായത് ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ്, നമുക്ക് നമ്മുടെ തെറ്റുകൾ മറച്ചു വെക്കാനായിട്ട് നമ്മൾ ചില അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ കാണിച്ച് നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകും. ആ ഒരു ക്രിയാതന്ത്രത്തിനുള്ള മെത്തേഡ് നമ്മൾ പഠിക്കാനുണ്ട്. അതൊരു 9 എണ്ണോ 10 എണ്ണോ ഉണ്ടല്ലോ, അത് നമ്മൾ പഠിക്കാനുണ്ട്. പിന്നെ മനഃശാസ്ത്ര ഗവേഷണ രീതികളും ഉപാധികളും എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നോക്കാനായിട്ടുള്ളത് ഏകദേശം ഒരു 15-16 ടെക്നിക്സാണ് അവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. അത് നമുക്ക് പഠിക്കാം. പിന്നെ നമ്മുടെ വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ, അതായത് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, ICT എങ്ങനെ നമ്മൾ ഫലപ്രദമായി ഉപയോഗിക്കണം, അത് നമുക്ക് പഠിക്കാനുള്ളതാണ്. മിക്ക സബ്ജക്റ്റിനും അതിപ്പോൾ ചോദിച്ചു കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഫെറ്റ്, ജിയോജിബ്ര, അതുപോലെ തന്നെയുള്ള സ്റ്റെലേരിയം എന്ന് പറഞ്ഞുള്ള ആപ്ലിക്കേഷൻസൊക്കെ എങ്ങനെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ യൂസേജ് എങ്ങനെയാണ്, നമുക്കതിനെ പറ്റിയുള്ള ധാരണയുണ്ടോ, അതൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ട്. പിന്നെ കുട്ടികളുണ്ടാകുന്ന പഠന വൈകല്യങ്ങൾ, ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്പ്രാക്സിയ എന്നൊക്കെ പറയുന്ന പോലുള്ള ഗണിത വൈകല്യം, വായനാ വൈകല്യം, എഴുത്ത് വൈകല്യം എന്നൊക്കെ നമ്മൾ പറയുന്ന വൈകല്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. പിന്നെ പഠന രീതികൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതായത് കുട്ടികൾ ഏതൊക്കെ രീതിയിലൂടെയാണ് പഠിക്കുന്നത്, വായിച്ച് പഠിക്കുന്നവരുണ്ട്, എഴുതി പഠിക്കുന്നവരുണ്ട്, കേട്ട് പഠിക്കുന്നവരുണ്ട്, കണ്ടു പഠിക്കുന്നവരുണ്ട്, അങ്ങനെയുള്ള രീതികൾ പഠിക്കാനായിട്ടുണ്ട്. പിന്നെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രൊജക്റ്റുകൾ, അതായത് NCF, KCF, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കും കേരള കരിക്കുലം ഫ്രെയിംവർക്കും ഒക്കെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ കേരള പാഠ്യപദ്ധതി സമീപിക്കുന്ന രേഖ KCF ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ കേരള വിദ്യാഭ്യാസ ഭരണ സംവിധാനം, അതായത് കേരളത്തിലെ വിദ്യാഭ്യാസ ഭരണ സംവിധാനം ഇപ്പോൾ എങ്ങനെയാണ്, ഇനി മാറാൻ പോകുന്നത് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുള്ള കാഴ്ചപ്പാട് പഠിക്കാനുണ്ട്. പിന്നെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഏജൻസികൾ, അതായത് നമ്മുടെ SCRT, നമ്മുടെ കേറ്ററ്റ് പരീക്ഷ നടത്തുന്ന ഏജൻസി അറിയാമോ? കേറ്ററ്റ് പരീക്ഷ കണ്ടക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ PSC പോലുള്ള എക്സാംസ് കണ്ടക്ട് ചെയ്യുന്ന ആരാ? കേറ്ററ്റ് പരീക്ഷ കണ്ടക്ട് ചെയ്യുന്ന ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്? അറിയത്തില്ലേ? ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്? ഏത് സൈറ്റിൽ കയറി നമ്മൾ റിസൾട്ടൊക്കെ ചെക്ക് ചെയ്യുന്നത്? അത് ഓർത്താൽ മതി. പരീക്ഷാ ഭവൻ കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ പരീക്ഷയ്ക്ക് വേണേൽ ചോദിക്കാം കേട്ടോ. അത് ആരുടെ കീഴിലാണ്?
SCRT, സ്റ്റേറ്റ് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് മാനേജ്മെൻറ്റ് ടെക്നോളജി കേട്ടോ, അതാണ് ഉദ്ദേശിക്കുന്നത്. SCRT അത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത്, ട്രിവാൻഡ്രത്ത് കേട്ടോ. ആ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കണം. ബട്ട് ഇതൊക്കെ ചോദിക്കുന്നതാണ് എന്ന് പറഞ്ഞ പോലെയുള്ള SCRT, NCT, NCCRT ഇതുപോലെയുള്ള എന്താണ് നമ്മുടെ വിദ്യാഭ്യാസ ഏജൻസികളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ കമ്മീഷനും, അതായത് കോത്താരി കമ്മീഷൻ അതുപോലെയുള്ള കമ്മീഷൻസ്, ഹഡ്ലോഗ് കമ്മീഷൻ, ഇതുപോലെയുള്ള കമ്മീഷൻസ് ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. പ്രത്യേകിച്ച് കോത്താരി അതുപോലെയുള്ള കമ്മീഷൻസൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ആണ്. ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ പറഞ്ഞ സൈക്കോളജിക്കകത്തൂടെ നമ്മൾ കടന്നു പോകും കേട്ടോ. ഈ പറഞ്ഞ ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഈ ടോപ്പിക്സ് ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ PDF ആയിട്ട് ഇട്ട് തരാം, നിങ്ങൾ കവർ ചെയ്യേണ്ട ടോപ്പിക്സ് കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് ഇത് കൂടാതെ സൈക്കോളജിക്കകത്ത് നമ്മൾ ബോധന ശാസ്ത്രപരമായ അപഗ്രഥനം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആസ് എ ടീച്ചർ നിങ്ങളൊരു ക്ലാസ് മുറിയിൽ കയറിയാൽ നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്ന് ചെക്ക് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കാണും. ഏകദേശം ഒരു എല്ലാ സബ്ജക്റ്റുകൾ കൂടി ഒരു 8 തൊട്ട് 10 ക്വസ്റ്റ്യൻ വരെ എങ്ങനെയാണ്. അതായത് ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ചോദ്യം ചോദിക്കുന്നത് ഇങ്ങനെയാണെന്ന് വെക്കുക. ക്ലാസ്സിൽ അലക്ഷ്യനായിരുന്ന അല്ലെങ്കിൽ അലക്ഷ്യമായിരുന്ന കുഞ്ഞിനെ നിങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് കാണുവാനിടയായി. ഈ കുട്ടിയോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? ഓപ്ഷൻ എ, ഹെഡ് മാസ്റ്ററിനെ വിവരം അറിയിക്കും. ഓപ്ഷൻ ബി, വീട്ടിൽ വിളിച്ച് കാര്യം പറയും. ഓപ്ഷൻ സി, PTA മീറ്റിംഗ് കൂടി കുട്ടിയെ അതിൻ്റെ അകത്ത് വിളിച്ചു വരുത്തി അപമാനിക്കും. ഓപ്ഷൻ ഡി, കൊച്ചിനോട് ആരുമില്ലാത്ത സമയത്ത് പോയി കൊച്ചിനോട് മിണ്ടി അവൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കി മുൻപോട്ട് പോകാൻ ശ്രമിക്കും. നമ്മൾ ഇതിനകത്ത് ഏത് യൂസ് ചെയ്യണം? ലാസ്റ്റ് വൺ അല്ലേ? അതായത് അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഈ പറയുന്ന എന്താണ് പെഡഗോയിക്കൽ വൈസ് ക്വസ്റ്റ്യൻസ്. ഈ പറഞ്ഞ സാധനം ഒരിടത്തും പഠിപ്പിക്കത്തില്ല, മനസ്സിലായോ? ഈ പെഡഗോയിക്കാന്ന് പറഞ്ഞ സാധനം ഒരിക്കലും പഠിപ്പിക്കത്തില്ല. സൈക്കോളജി പഠിക്കാൻ നമ്മൾ അതിൽ നിന്ന് ഇൻ്റർപ്രറ്റ് ചെയ്ത് എടുക്കണം അതിൻ്റെ ഉത്തരം എന്താണെന്ന്. അല്ലാതെ ഇങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒരിടത്തും ചോദിക്കത്തുമില്ല. അതിന് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുമ്പം ഏത് രീതിയിലൂടെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നൊരു ബോധം നമുക്ക് കിട്ടും. അതാണ് ഏറ്റവും നല്ലത്. ഉചിതമായിട്ടുള്ള മെത്തേഡ് അതാണ്. കാരണം എല്ലാ സബ്ജക്റ്റിനും ചോദിക്കുന്ന എല്ലാ സബ്ജക്റ്റിൽ കൂട്ടി 8 തൊട്ട് 10 ക്വസ്റ്റ്യൻ വരെ അങ്ങനെ ഒരു ഓപ്ഷൻസ് ആണ് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പം ഗണിതത്തിൽ ചോദിക്കുന്നത് ഇങ്ങനെയാണ്. ഗണിതത്തിൽ പ്രയാസം നേരിടുന്ന കൊച്ചിനെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും? അവനെ ട്യൂഷന് പോകാൻ അനുവദിക്കും, അല്ലെങ്കിൽ അവൻ എക്സ്ട്രാ സമയം നമ്മൾ അനുവദിച്ചു കൊടുക്കും, അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളുടെ സഹായത്തിന് വിളിക്കും എന്നൊക്കെ പറഞ്ഞുള്ള ഓപ്ഷൻസ് വന്നാൽ നമുക്കറിയാലോ ഇതിലെല്ലാം തന്നെ ശരിയാണ് അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ സെറ്റ് ഓഫ് ആൾക്കാരെ ഉദ്ദേശിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് നമ്മൾ പഠിക്കുന്നുണ്ട് സൈക്കോളജിക്കകത്ത്. അവനൊരു എന്താകണമെന്ന് പറഞ്ഞൊരു അധ്യാപകൻ ഒരു കുട്ടിക്ക് ZPD ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന നമ്മുടെ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻ്റ് അകത്ത് എന്താണ് നമ്മൾ വൈഗോസ്കി കണ്ടുപിടിച്ച എന്നെ എടുക്കണം ഇപ്പോൾ പറഞ്ഞു സിസ്റ്ററാണ് പറഞ്ഞു കൈത്താങ് കൊടുക്കണം കണ്ടോ, സ്കഫോൾഡിങ് നൽകണം. ആ ഒരു വാക്കുള്ള ഓപ്ഷൻ വേണം ചൂസ് ചെയ്യാൻ കണ്ടോ. അതൊന്നും ഒരിടത്തും പറഞ്ഞു തരത്തില്ല. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഓപ്ഷൻ വായിക്കുമ്പോൾ നമ്മൾ ട്യൂഷന് വിട്ടാൽ കൊച്ചു പഠിക്കും, ശരിയല്ലേ? കുറച്ച് നേരം കൂടി അവന് സമയം അനുവദിച്ചാലും അവൻ പഠിക്കും. അതായത് ബാക്കിയുള്ള കൊച്ചുങ്ങൾ പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് നേരം കൂടി അധിക സമയം അവൻ അനുവദിച്ചാലും അവൻ പഠിക്കും. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കെയർ ചെയ്താലും അവൻ പഠിക്കും. പകരം ഉള്ള ഒരു ഓപ്ഷനാണ് അവന് കൈത്താങ് കൊടുത്ത് അവനെ മുന്നേറുക. ആ ഓപ്ഷനാണ് ആപ്റ്റായിട്ട് ചേരുന്നത് കണ്ടോ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എല്ലാം കറക്റ്റ് ഓപ്ഷൻസാണ്. പലരും പല ഓപ്ഷൻസ് എഴുതി വെക്കുമ്പോൾ ആ സെറ്റ് ഓഫ് പാനലിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അവർ വിചാരിക്കുന്നുണ്ട് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് വെച്ചുകൊണ്ട് വൈഗോസ്കി പറഞ്ഞ തിയറി വെച്ചുകൊണ്ട് കൊച്ചിന് എന്ത് വേണം? കൈത്താങ് കൊടുത്ത് വേണം കൊച്ചിനെ സപ്പോർട്ട് ചെയ്ത് കയറ്റാൻ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് ഈ പറയുന്ന ബോധനശാസ്ത്രപരമായിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് ബോധമുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, അധ്യാപകരായ നമ്മൾ അധ്യാപകനാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസാണ് അവിടെ വരുന്നത്. അത് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ നമുക്കറിയാലോ നമ്മുടെ ഇടയിൽ തന്നെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉള്ളവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരു വലിയ വെല്ലുവിളി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. അതായത് എന്നാ കണ്ടാലും നെഗറ്റീവ് കാണുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്, മനുഷ്യരുടെ കുഴപ്പം അല്ലേ? അങ്ങനെ ഉള്ള ഒരു കൂട്ടം ആൾക്കാർ ഈ ഒരു ക്വസ്റ്റ്യൻസിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുമ്പോൾ അതിൽ നെഗറ്റീവ് ഉത്തരവായിരിക്കും അവർ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ ഉത്തരം തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ക്ലാസ് മുറിയിലായിരിക്കും ഒരു നല്ല ടീച്ചറായിരിക്കുക, കുട്ടികളുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾ നിങ്ങളുടെ കുട്ടികളാണെന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ ഉത്തരം ചെയ്യുക. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഏറ്റവും നല്ലൊരു ഉത്തരം മാത്രമേ അതിന് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ മാനസിക നിലയെ നമ്മൾ പിടിച്ചു നിർത്തിക്കൊണ്ടൊരു ഉത്തരം നമ്മൾ ചൂസ് ചെയ്യും. ആ ഉത്തരവാണ് അതിൻ്റെ ആപ്റ്റായിട്ടുള്ള ഉത്തരം കേട്ടോ. അത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസാണ് അവിടെ വരേണ്ടത് കേട്ടോ. അതാണ് നമ്മുടെ സൈക്കോളജിയും ചോദിക്കാനുള്ള ചോദ്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെയിൻ ടോപ്പിക്സ് വരുന്നത് ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തരാം കേട്ടോ. പിന്നെയുള്ള വിഷയമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് സയൻസും മാത്സും അല്ലേ? സയൻസിൽ നിന്ന് മാത്സിൽ നമുക്ക് നോക്കേണ്ടത് 1 മുതൽ 10 വരെയുള്ള സിലബസ് നമ്മൾ കവർ ചെയ്യണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ എവിടുന്ന് വേണമെങ്കിലും ചോദ്യം വരാം. പ്രത്യേകിച്ച് നമുക്കറിയാം 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും നമ്മുടെ പാഠഭാഗം എങ്ങനെയാണ് പോകുന്നത്? സയൻസ് എന്ന് എടുത്ത് പറയുന്നുണ്ടോ? ഉണ്ടോ? 1-ലും 2-ലും
ഉണ്ടോ? ഒന്നിലും രണ്ടിലും സയൻസ് എടുത്ത് പറയുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്നാ പറയുന്നത്? അതിനൊരു വാക്ക് പറയും, അത് ചോദിച്ചാൽ പരീക്ഷയ്ക്ക്. എന്നതാ? ഉദ്ഗ്രഥിതം അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ എന്നാണ് പറയുന്നത്. കറക്റ്റാണ് പറയുന്നത് കേട്ടോ. ഒന്നിലും രണ്ടിലും ഈ പറയുന്ന സയൻസും മാത്സും മലയാളവും എല്ലാം കമ്പൈൻഡാണ്. അങ്ങനെ വരുമ്പോൾ അതിന് പറയുന്ന പേരെന്താണ്? ഉദ്ഗ്രഥിതം അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ എന്നാണ് പറയുന്നത്. ഇനിയും 3ഉം 4ഉം വരുമ്പോൾ എന്തായിട്ട് മാറും അവൻ? 3ഉം 4ഉം ആകുമ്പോൾ സയൻസ് എന്നല്ല പറയുന്നത്, EVS എന്നാണ് പറയുന്നത് കേട്ടോ. എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ സയൻസ് എന്നാണ് പറയുന്നത്. EVS എന്നാണ് അതിനെ പറയുന്നത് അല്ലേ? EVS എന്നാണ് സബ്ജക്റ്റിൻ്റെ അകത്ത് പറയുന്നത്. ഇനിയും പരിസര പഠനം എന്ന് മലയാളത്തിൽ പറയും കേട്ടോ. പരിസര പഠനം എന്ന് മലയാളത്തിൽ പറയും. ഇനി 5, 6, 7 എന്നാ പറയുന്നത് അറിയാവോ? 5, 6, 7 ബേസിക് സയൻസ് എന്ന് പറയും കേട്ടോ. ബേസിക് സയൻസ് എന്ന് അതിനെ വിളിക്കും. ഇനിയും 8, 9, 10 എന്നാ വിളിക്കും? ഈ ബേസിക് സയൻസ് സ്പ്ലിറ്റായിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിങ്ങനെ സ്പ്ലിറ്റായി പഠിക്കും. കണ്ടോ? വരുന്ന മാറ്റങ്ങളുണ്ടോ? ഇൻ്റഗ്രേഷനിൽ തുടങ്ങി EVSിലേക്ക് മാറി ബേസിക് സയൻസിലേക്ക് വന്ന് അതിനെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയുമായിട്ട് സ്പ്ലിറ്റായി മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 1ാം ക്ലാസ് തൊട്ട് പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകണം. ഒരു ക്ലാസ് കൊണ്ട് തന്നെ 1ാം ക്ലാസ്സിലെ ടോപ്പിക്സ് മൊത്തം കവർ ചെയ്യും. നമുക്ക് 1ാം ക്ലാസ്സിലൊക്കെ സിലബസിൻ്റെ അകത്തുനിന്ന് ചോദ്യം എങ്ങനെ വരുന്നറിയോ? വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളിൽ പെടാത്തത് അല്ലെങ്കിൽ താഴെ പറയുന്നവയിൽ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികളേത്? എങ്ങനെയുള്ള സിമ്പിൾ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ ചിലർക്കത് കൺഫ്യൂഷൻ ആവും. ആമ, തവള, പാമ്പ്, എലി എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ നോക്കുമ്പോൾ ആമും പാമ്പും എല്ലാം ഉണ്ടല്ലേ. പക്ഷേ അതിൻ്റെ അകത്തുനിന്ന് അവരുടെ മാറ്റങ്ങൾ നമ്മൾ വലിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട്. അതുകൂടി നമ്മൾ വെച്ച് വേണം ഉത്തരം ചെയ്യാൻ. കാരണം നിങ്ങൾക്കറിയാമല്ലോ, കുഞ്ഞുങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ്. അപ്പോൾ ആ ചോദ്യത്തിന് മറുപടി കൊടുക്കുന്നവരാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനുള്ള ഉത്തരങ്ങൾ നമുക്കൊരു ധാരണ കാണും കേട്ടോ. ChatGPT ഒക്കെ യൂസ് ചെയ്യാൻ അറിയാമോ നിങ്ങൾക്ക്? ChatGPT, ജെമിനി പോലുള്ള സോഫ്റ്റ്വെയർ ഒക്കെ യൂസ് ചെയ്യാൻ അറിയാമോ? എത്ര പേർക്കറിയാം? എത്ര പേർക്കറിയാം? ChatGPT ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ? ജെമിനി ഉണ്ടോ? ChatGPT നിങ്ങൾ എന്നൊക്കെ ചെയ്യാറുള്ളത്? അറിയില്ല. ഓക്കെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. നമ്മളൊരു സിമ്പിൾ കാര്യം കാണിച്ചു തരാം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ChatGPT എടുക്കുക. ഇപ്പോൾ എല്ലാം അറിഞ്ഞിരിക്കേണ്ട കേട്ടോ ഈ കാര്യം. കാരണം അധ്യാപകരായി നമുക്ക് ഒരുപാട് യൂസുള്ള സോഫ്റ്റ്വെയർ ഇതൊക്കെ. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലുള്ള പിള്ളേരൊക്കെ ചില സംശയങ്ങളൊക്കെ നമുക്ക് ഉത്തരങ്ങൾ കാണത്തില്ല. അപ്പോൾ ഇതിനെ നമ്മൾ ഇട്ട് കൊടുത്താൽ എന്ത് ചെയ്യും? ഇവൻ നമുക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളടക്കം ഇട്ട് തരും. അവൻ എൻ്റെ ഉദ്ദേശിച്ചെന്ന്. ഇതിപ്പോൾ ChatGPTയുടെ നമ്മൾ സൈനിങ് ഒക്കെ ചെയ്യണം കേട്ടോ. മെയിലിൽ ഒരു സൈൻ ചെയ്യണം. ഞാനിപ്പോൾ അപ്പോൾ ഞാൻ 4ാം ക്ലാസ്സിൽ പഠിപ്പിക്കാമെന്ന് വിചാരിക്കുക. 4ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന എനിക്ക് എന്ത് വേണം? ഞാൻ മാത്സ് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പിള്ളേരോട് പറഞ്ഞു, പിള്ളേരെ ചൊവ്വാഴ്ച വരുമ്പോൾ നിങ്ങൾക്കൊരു എന്തുണ്ട്? യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ യൂണിറ്റ് ടെസ്റ്റിന് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കണമല്ലോ. ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കാനായിട്ടുള്ള പാടിൽ ഞാനിങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് വീട്ടിലൊരു എമർജൻസി വരുന്നത്. അതുകൊണ്ട് എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കാൻ പറ്റിയില്ല. പിറ്റേ ദിവസം ചെല്ലുമ്പോൾ അച്ഛൻ വഴക്ക് പറയും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ChatGPT ചോദിക്കും. ഇതിൻ്റെ PDF നമ്മളിങ്ങനെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ChatGPTക്ക്. ഉണ്ടോ? മാത്സിലെ 1ാമത്തെ പാർട്ട് ഇംഗ്ലീഷ് മീഡിയം ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ChatGPTയോട് പറയും, മേക്ക് എ 25 മാർക്ക് ക്വസ്റ്റ്യൻസ് ഫ്രം യൂണിറ്റ് 1 എന്ന് കൊടുത്താൽ കണ്ടോ, ഇത്രയും നമ്മൾ കമാൻഡ് കൊടുത്താൽ ഇതിന് പ്രോംപ്റ്റ് എന്ന് പറയും കേട്ടോ. ഈ കൊടുക്കുന്ന കമാൻഡിന് പറയുന്ന പേരാണ് പ്രോംപ്റ്റ് കൊടുക്കുക എന്ന് പറയും. നമ്മളിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ നമുക്ക് റീഡ് ചെയ്യും, ആ ഡോക്യുമെൻറ്റ് റീഡ് ചെയ്യും. ഇപ്പോൾ കണ്ടോണം തന്നെ നമുക്ക് ചോദ്യങ്ങൾ ഉത്തരം വരും. കണ്ടോ, 25 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുവാണ്. കണ്ടോ, റീന ആൻഡ് ഫാദർ വെൻ ഷോപ്പിംഗ് ബിഫോർ റീ ഓപ്പണിംഗ് ദേ ബോട്ട് ദി ഫോളോയിങ് ഐറ്റം. എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് അവർ തന്നെ ടൈപ്പ് ചെയ്ത് തരും. നമ്മൾ എന്ത് കൊടുത്താൽ മതി? ഈ കാര്യങ്ങൾ അവർക്ക് ഇട്ടങ്ങ് കൊടുത്താൽ മതി. കണ്ടോ, എന്ത് സിമ്പിളായിട്ട്. കണ്ടോ, അതിൻ്റെ അകത്തുള്ള പാറ്റേൺ മേക്കിങ് കാര്യങ്ങളും എല്ലാം ഉണ്ട്. അവർ തന്നെ ടൈപ്പ് ചെയ്ത് തരുന്നത് കണ്ടോ. ഞാനൊന്നും ചെയ്യുന്നില്ല. എന്ത് പെട്ടെന്ന് പരിപാടികൾ എളുപ്പമായി. ഇത് താഴോട്ട് വരുന്നുണ്ട്. കണ്ടോ, ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് വരും. ഇനി നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ആ മാറ്റം വരുത്തി കൊടുക്കും. ഇപ്പം ഞാൻ പറയുകയാണ്, മേക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, മൾട്ടിപ്പിൾ ചോയ്സ് questions one word questions and average question. എന്ന് കൊടുത്താൽ അവന്മാർ അത് സെറ്റ് ചെയ്ത് തരും. കണ്ടോ, എന്ത് കാര്യങ്ങളാണല്ലോ അവർ അതേപടി ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക്
എടുത്ത് തരും കേട്ടോ. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ വന്നു കണ്ടോ, അടിച്ചടിച്ച് വരുന്നത് ഉത്തരവടക്കം വരും കണ്ടോ, അടിച്ചടിച്ച് അടിച്ചു വരുന്നത് കണ്ടോ. ഇതാ ഇങ്ങനെ ആരും യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? കണ്ടോ, ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? എന്ത് എളുപ്പമാണ് നോക്കിക്കേ. ഇത് നമ്മൾ ജസ്റ്റ് കമ്പ്യൂട്ടറൊക്കെ കയറ്റിയോ കാര്യങ്ങളൊക്കെ ചെയ്തോ പ്രൊജക്ടറിലാണെങ്കിലും പ്രൊജക്ട് ചെയ്ത് നമുക്ക് പരീക്ഷ നടത്താം കണ്ടോ. നോക്കുമ്പോൾ ക്ലാസ് ഹൈടെക്ക്, ടീച്ചേഴ്സ് നമ്മുടെ ക്ലാസ് റൂം ഇഷ്ടപ്പെടുകയോ ഇല്ലയോ കണ്ടോ. ആവറേജ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം 5 മാർക്ക് ക്വസ്റ്റ്യനും 10 മാർക്ക് ക്വസ്റ്റ്യനും എല്ലാം വരുന്നുണ്ടോ അടിച്ചടിച്ചടിച്ച്. ആരെങ്കിലും ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത്? ഉണ്ടോ? ഉണ്ടോ? ഇല്ല കണ്ടോ. എന്ത് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പരിപാടി കണ്ടോ. ഓരോ ക്വസ്റ്റ്യൻ്റെ ഉത്തരവും ആൻസറും അടക്കം നമ്മളൊന്നൊരു ക്രോസ് ചെക്ക് ചെയ്യണം. കാരണം ഇതെല്ലാം റോബോട്ടിക്സാണ്, അല്ലെങ്കിൽ എല്ലാം ചെയ്യുന്ന കമ്പ്യൂട്ടറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉത്തരവായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. എല്ലാം കറക്റ്റാണ് ഞാൻ പറയുന്നില്ല, മോസ്റ്റ്ലി 90% എല്ലാം കറക്റ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം കേട്ടോ, മൂവ് ചെയ്യാം. പക്ഷേ ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്തിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇവരും പറയുന്നുണ്ട് ഇതിനകത്ത് മിസ്റ്റേക്ക് വരുത്താം, പക്ഷേ മൂവ് ചെയ്ത് മുന്നോട്ട്. കാരണം എന്ത് പെട്ടെന്ന് പരിപാടി തീർന്നു. ഇത് നമുക്ക് ടീച്ചർമാരിലുണ്ടാക്കണം, ഇതിനിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്നൊരു ക്വിസ് ഉണ്ടാക്കണം, ഇതിന് കൊടുക്കാം കണ്ടോ. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഈസി ആയിട്ടുള്ള ഇഷ്ടം പോലെ സോഫ്റ്റ്വെയർ ഉണ്ട്. ഒരു PPT ഉണ്ടാക്കണം അതിന്, അതും കൊടുക്കാം. എന്ത് വേണമെങ്കിലും നമുക്ക് ഫോമാക്കി എടുക്കാം കണ്ടോ. ഇതിൻ്റെ ടെക്നോളജി വൈസ് നമ്മൾ വളരണം. അതായത് അങ്ങനെയുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, നമ്മൾ പഠിക്കുന്ന കൂട്ടത്തിൽ ഈ കാര്യങ്ങൾ നമ്മൾ പ്രാവീണ്യം നേടിയിരിക്കണം കേട്ടോ. അറിയാവുന്ന കാര്യങ്ങൾ കുറേ നിങ്ങൾക്കും പറഞ്ഞു തരാം കേട്ടോ. ഒരു ദിവസം വേണമെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിൽ പറഞ്ഞാൽ, ഇൻട്രസ്റ്റ് ഉള്ളവർ പറഞ്ഞാൽ ഇതുപോലെയുള്ള സോഫ്റ്റ്വെയർസ് എങ്ങനെ യൂസ് ചെയ്യണമെന്നും സാധാരണയായിട്ട് നമുക്ക് പോസ്റ്ററുകൾ വീഡിയോ ഒക്കെ എങ്ങനെ എഡിറ്റ് ചെയ്യണമെന്നൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് എടുത്തു തരാം. അത് പരീക്ഷയ്ക്കും ചോദിക്കുന്നത് കേട്ടോ. പ്രത്യേകിച്ച് ഇനി വരുന്ന കാലങ്ങളിൽ പരീക്ഷ പേപ്പറിൽ AI എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർസിൻ്റെ ഒക്കെ ഉപയോഗം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ സിമ്പിളാണ്. ഇനിയും നമ്മുടെ പരിപാടി ഒരുപാട് എളുപ്പമാക്കും, അതാണ് അടുത്ത കുഴപ്പം. ഇപ്പോൾ പ്രിൻ്റർ ഉള്ളൊരു വീട്ടിലാണെങ്കിൽ, ഞാനാണെങ്കിൽ ഇതെടുക്കുക, ക്വസ്റ്റ്യൻസ് എല്ലാം ടാലി ചെയ്ത് മാറ്റുക, പ്രിൻ്റ് അടിക്കുക, പുറത്തിറക്കുക, കൊണ്ട് കൊടുക്കുക, പരിപാടി കഴിഞ്ഞ് നമുക്ക് എന്ത് വർക്ക് ഫ്രീ ആണെന്ന് നോക്കിയാൽ നമുക്ക് ഫ്രീ ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ നമുക്കുള്ള സോഫ്റ്റ്വെയർസൊക്കെ നമ്മൾ യൂസ് ചെയ്ത് പഠിക്കുക. പിന്നെ നമുക്ക് സയൻസിൻ്റെ അകത്തുനിന്ന് പഠിക്കാനായിട്ടുള്ളത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അരച്ച് കലക്കി കുടിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ കാര്യങ്ങൾ കിട്ടത്തുള്ളൂ. അപ്പം അത് നമ്മൾ പഠിക്കണം കേട്ടോ. പിന്നെ ഈ സയൻസിൽ തന്നെ പഠിക്കേണ്ടതാണ് വാർത്തകൾ, പത്രങ്ങൾ വായിച്ചു തുടങ്ങണം. കാരണം അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 8 മാസം വരെ ഉള്ള പത്രത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കും കേട്ടോ. പത്രങ്ങൾ വായിക്കണം. പരീക്ഷയ്ക്ക് 8 മാസം അല്ലെങ്കിൽ 1 വർഷം മുമ്പ് വരെ, മാക്സിമം നിങ്ങൾ അങ്ങനെ പഠിക്കുക, 1 വർഷം മുമ്പ് വരെ എന്ന വാർത്തകൾ നിങ്ങൾ വായിച്ച് പഠിക്കണം. ഇന്ന് തൊട്ടെങ്കിലും തുടങ്ങണം കേട്ടോ. പത്രം വായിക്കാത്തവരുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള വാർത്തകൾ വേണം വായിക്കാൻ. അല്ലെങ്കിൽ ഇപ്പം നിങ്ങളൊരു ഷോപ്പിംഗ് മാളിൽ ചെന്നാലേ നിങ്ങൾ അവിടെ വേണ്ട എല്ലാ സാധനങ്ങളും പറയിക്കൊണ്ട് വരുമോ? നിങ്ങളിപ്പോൾ ഒരു ജിയോ മാളിൽ കയറി, അല്ലെങ്കിൽ ലുലുവിൻ്റെ അകത്ത് നിങ്ങൾ കയറി, ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിങ്ങൾ ഓടിപ്പോയി കയറി, ഓടിച്ചെന്നാൽ അവിടെ ഒന്നേന്ന് തുടങ്ങി എല്ലാ സാധനങ്ങളും ഇറക്കി എടുത്തുകൊണ്ട് വരുമോ? വരുമോ? ഉത്തരം പറ. ഇല്ല. പകരം എന്താ നിങ്ങൾ എടുക്കുന്നത്? നിങ്ങളെന്താ എടുക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടത് മാത്രം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം മാത്രം, ശരിയല്ലേ? എന്ന് പറഞ്ഞ പോലെ ഒരു പത്രം എന്ന് പറയുന്നത്, ആ പത്രത്തിൻ്റെ അകത്ത് നമുക്ക് വേണ്ടതുമുണ്ട്, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിൽ ഏത് ചൂസ് ചെയ്യാൻ പഠിക്കണം? ആവശ്യമായ സാധനങ്ങൾ ചൂസ് ചെയ്യാൻ പഠിക്കണം. അതായത് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നോ, എന്തെങ്കിലുമൊക്കെ പുതിയ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടോ, പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ വൺ വേഡ് ആയിട്ടുള്ള ഉത്തരങ്ങളായിരുന്നു കണ്ടുപിടിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് വേണം നോക്കുവാൻ കേട്ടോ. അല്ലാതെ ഞങ്ങളുടെ എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്കൊരു ടിപ്പ് കൊടുക്കും. 5-ലും 6-ലും ഒക്കെ ചെല്ലുമ്പോൾ ഞാൻ പറയും, കുട്ടികളെ ഡെയിലി ഓരോ ന്യൂസ് വെച്ച് നിങ്ങൾ എഴുതിക്കൊണ്ട് വരണം. മനസ്സിലായി? ഓരോ ന്യൂസ് വായിച്ച് അതിലെ ക്വസ്റ്റ്യനാക്കി, ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും ആക്കി നിങ്ങൾ എഴുതിക്കൊണ്ട് വരണമെന്ന് പറയും. കാരണം കുട്ടികളെ ആ ന്യൂസ് പേപ്പറായിട്ട് പരിചയപ്പെടുത്താൻ. ഇപ്പോൾ കുട്ടികൾ ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്, തിരുവനന്തപുരം ഭാഗത്തോട്ടൊക്കെ ക്ലാസ്സിനൊക്കെ പോകുമ്പം അവിടുത്തെയൊക്കെ കുട്ടികൾ എഴുതുന്ന രാമൻ്റെ വീട്ടിൽ നിന്ന് ചാടിയത് ആര് എന്നതാ? പുലി. കാരണം കുട്ടികളെ സംബന്ധിച്ച് വലിയ ഉത്തരവ് അതൊക്കെ. കാരണം പുലി വീട്ടിൽ കയറുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമൊക്കെയാണ്. അപ്പോൾ അത് അവരെ സംബന്ധിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണോ, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് എന്തെങ്കിലും ആവശ്യമുള്ളതാണ് ജീവിതത്തിൽ? അല്ലേ? അപ്പം അങ്ങനെ ഇതേവരെ നമ്മളും അങ്ങനെ നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളത് എന്തെന്ന് നോക്കിയിട്ട് നമ്മൾ ചൂസ് ചെയ്യാൻ പഠിക്കണം കേട്ടോ. നമ്മൾ ചൂസബിൾ ആയിരിക്കണം. പത്ര പേപ്പർ വായിക്കണം. അല്ലാതെ അനാവശ്യമായിട്ട് അവരെ പീഡിപ്പിച്ചത്, ഇവിടെ കിടന്ന് മറിഞ്ഞത്, അവരോട് ഇറങ്ങിപ്പോയത് ഒന്നും വേണ്ട. നമുക്കത് ആവശ്യമില്ല. അതിനെ അങ്ങ് അവോയ്ഡ് ചെയ്യുക. നല്ല വാർത്തകളാണെങ്കിൽ ഉറക്ക വായിച്ച് നമ്മുടെ മക്കളുണ്ടെങ്കിൽ മക്കളെ, വീട്ടുകാരെങ്കിൽ വീട്ടുകാരെ കേൾപ്പിക്കണം. പ്രത്യേകിച്ച് ചിന്താവിഷയങ്ങളും ഇങ്ങനെയുള്ള എഡിറ്റോറിയൽ പേജും ഒക്കെ നല്ല ഞായറാഴ്ചയൊക്കെ നല്ല വാർത്തകളൊക്കെ വരും. പഠിപ്പുഴ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് പഠിക്കണം കേട്ടോ. അതാണ് സയൻസിൽ നിന്നുള്ള അടുത്ത ക്വസ്റ്റ്യൻ വരുന്ന പാർട്ട്. സയൻസിൽ നിന്നല്ല, എല്ലാ ഇതിലും ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് വരും. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് സയൻസിനകത്ത് പറയാനുള്ളത്.
ഇനി മാത്സ് ആണെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ്. നമ്മുടെ ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗം, വർഗമൂലം, ശരാശരി, പാറ്റേൺ, മാനസിക അപകർത്തന ചോദ്യങ്ങൾ, പിന്നെ ക്ലോക്ക്, പലിശ, കൂട്ടുപലിശ, ജാമിതി, ജിയോജിബ്ര, പിന്നെ ഇക്വേഷൻസ്, പിന്നെ അതുപോലെ തന്നെ ഓൾജിബ്ര, എക്സ്പോണൻസ്, പിന്നെ നമ്മുടെ മെട്രിക് അളവുകൾ, പിന്നെ ബീജഗണിതം, സർവസമവാക്യം, പിന്നെ നമ്മുടെ എന്താ പറയുക ലാഭം, നഷ്ടം, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ചോദിക്കും. പലിശ, കൂട്ടുപലിശ, ദൂരം, സമയം, ശതമാനം, ഇതൊക്കെയാണ് മെയിനായിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ. മാത്സ് സ്കോർ ചെയ്യാൻ ഏറ്റവും എളുപ്പമാർഗ്ഗം ഒരു 8 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ചെയ്തു നോക്കുക. സെയിം പാറ്റേണുള്ള ക്വസ്റ്റ്യൻ വരും, സംഭവം സെറ്റാണ്. പക്ഷേ സയൻസിന് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വളരെ വളരെ കുറവാണ്. വളരെ വളരെ കുറവെന്ന് പറഞ്ഞാൽ 10 ക്വസ്റ്റ്യൻ എടുത്താൽ ഒരെണ്ണം പോലും ചോദിക്കുന്ന ഉറപ്പില്ല. പക്ഷേ മാത്സ് അങ്ങനെയല്ല. ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാൽ അതിൽ 2എണ്ണമെങ്കിലും ചോദിക്കും. ആ പാറ്റേണുള്ള 2എണ്ണമെങ്കിലും ചോദിക്കുമെന്ന് ഉറപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ആ രീതിയിലൂടെ അത് വർക്കൗട്ട് ചെയ്യാം. അതാണ് മാത്സും സയൻസും ഉള്ളത്. പിന്നെ ഉള്ളത് മലയാളമാണ്. മലയാളത്തിൻ്റെ അകത്ത് നമുക്കറിയാം, മലയാളത്തിനും ഇംഗ്ലീഷിനും നിങ്ങൾക്കറിയാലോ കോംപ്രിഹെൻസീവ് പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു പാരഗ്രാഫ് നമ്മളോട് ചോദിക്കും. മലയാളത്തിനാണെങ്കിൽ അതൊരു പദ്യഭാഗമോ ഗദ്യഭാഗമോ ആകാം, അതായത് ഒരു കഥയോ കവിതയോ ആകാം. അതിൽ നിന്നൊരു 5 തൊട്ട് 8 ക്വസ്റ്റ്യൻ വരെ മാക്സിമം കാണും. അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ സോൾവ് ചെയ്യണം. അതാണ് ആദ്യത്തേത്, കോംപ്രിഹെൻസീവ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ എന്ന് പറയും. അതാണ് ആദ്യം ചോദിക്കുന്നത്. അതിൻ്റെ അകത്തുനിന്ന് ചിലപ്പോൾ കവിതാ സാഹിത്യമോ കഥാസാഹിത്യമോ നോവലോ ആത്മകഥയോ വൈജ്ഞാനിക സാഹിത്യമോ ബാലസാഹിത്യമോ ഒക്കെ ചോദിച്ചെന്ന് വരാം കേട്ടോ. പിന്നെ ഉള്ളത് ഭാഷാപരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ വ്യാകരണമാണ്. വ്യാകരണത്തിനകത്ത് ഭാഷാചരിത്രം വരാം. മലയാളം ഉരുത്തിരിഞ്ഞത് ഏത് ഭാഷയെന്നാണെന്നറിയോ? മലയാളം ഉരുത്തിരിഞ്ഞത് ഒരു വട്ടം ചോദിച്ചോ, ഒരു വട്ടം 2-3 വട്ടം ചോദിച്ചതാണ്. മലയാളം ഉരുത്തിരിഞ്ഞു വന്ന ഏത് ഭാഷയെന്നറിയോ? ദ്രാവിഡ ഭാഷയാണ് കേട്ടോ. അത് ഓപ്ഷൻ്റെ അകത്ത് വരുന്നത് കേട്ടോ. ദ്രാവിഡ ഭാഷയിൽ നിന്നാണ് മലയാളം ഉരുത്തിരിഞ്ഞു വന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ, അതാണ് ഈ ഭാഷാചരിത്രം. പിന്നെ ഭാഷാഭേദം, പ്രായോഗിക വ്യാകരണം, അതായത് വ്യാകരണം എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് വരെയാണ് ഉദ്ദേശിക്കുന്നത്, 10ാം തരമാണ് ഉദ്ദേശിക്കുന്നത്. 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് വരെയുള്ള വ്യാകരണങ്ങൾ, അതായത് നമ്മുടെ സിനോണിമ അനോണിമ എന്നൊക്കെ പറയത്തില്ല, അതായത് വിപരീത പദം, അതുപോലെ തന്നെ സെയിം പദം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ പദശുദ്ധി, അതായത് നമ്മുടെ സന്ധികളും അതുപോലെ തന്നെ ആഗമസന്ധി, നിഗമനസന്ധി, അങ്ങനെയുള്ള ആദേശസന്ധി, അങ്ങനെയുള്ള സന്ധികൾ ചോദിക്കുന്നുണ്ട് ഇഷ്ടം പോലെ തവണ. പിന്നെ നമ്മുടെ പ്രകാരങ്ങളും വാക്യരൂപങ്ങളും, പിന്നെ സമാസം, പിന്നെ അനുപ്രയോഗം, പിന്നെ അതുപോലെ തന്നെ വാക്യഘടന, അതായത് ഇപ്പോൾ ഒരു വാക്യം നിന്നിട്ട് ശരിയായിട്ടുള്ള വാക്യം ഏതാണ് അതിൽ. അല്ലെങ്കിൽ അതുപോലെ തന്നെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഇപ്പം വിദ്യാർത്ഥി എന്നിങ്ങനെ എഴുതുക, എഴുതിയിട്ട് അതിൽ ഏതാണ് കറക്റ്റ് എഴുതാനുള്ളത്. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ചോദിക്കുന്നുണ്ട്. അധ്യാപകൻ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പരീക്ഷയ്ക്ക്. അങ്ങനെ അത് പദശുദ്ധി അറിയാമോ, അല്ലെങ്കിൽ നമുക്ക് ശരിയായ രീതിയിൽ എഴുതാൻ അറിയാമോ എന്നുള്ള ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് ലിംഗം, വചനം, കാലം, നമ്മുടെ ടെൻസുകളൊക്കെ ഉദ്ദേശിക്കുന്നത്, അതിനെപ്പറ്റി ചോദ്യങ്ങളുണ്ട്. പിന്നെ പ്രയോഗങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ധ്വനി കണ്ടെത്താനുണ്ട്. പിന്നെ അവതരണം, എങ്ങനെയാണ് ഇതിനെ അവതരിപ്പിച്ച പ്ലോട്ട്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ. ഇതിനെ ഏത് തരത്തിൽ നിന്നാണ്, ഇതിനിപ്പോൾ ഒരു കവിത തരുക, ആ കവിതയ്ക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ ലൈൻ തരുക, ആ ലൈനോട് ഈണമുള്ള വരികൾ കണ്ടെത്തുക, അല്ലെങ്കിൽ അതേ താളമുള്ള വരികൾ കണ്ടെത്തുക എന്നിങ്ങനെയുള്ള ആ കാര്യങ്ങളൊക്കെ മലയാളത്തിന് ചോദിക്കാറുണ്ട്. പിന്നെയുള്ളത് ബോധനശാസ്ത്രപരമാണ്, അതായത് പെഡഗോഗിക്കലായിട്ട്, അതായത് നമ്മുടെ മലയാളത്തിലെ ഉദ്ഗരിത സമീപനവും പിന്നെ ഭാഷാപഠന സിദ്ധാന്തങ്ങളും, പ്രത്യേകിച്ച് നോം ചോംസ്കിയും അതുപോലെ തന്നെ വൈഗോസ്കി, പിയാഷെ, ബ്രൂണർ, ഇവരൊക്കെ കണ്ടുപിടിച്ച ഭാഷാപഠന സിദ്ധാന്തങ്ങളൊക്കെ പഠിക്കാനായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടീച്ചർമാരിൽ എഴുതേണ്ട ഘടനകൾ, അതായത് വാർഷികാസൂത്രണം, പാഠാസൂത്രണം, യൂണിറ്റ് ആസൂത്രണം, പിന്നെ ദൈനംദിനാസൂത്രണം, വിലയിരുത്തൽ, അതുപോലെ തന്നെ യൂണിറ്റ് ടെസ്റ്റുകൾ, പിന്നെ അതുപോലെ തന്നെ ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കേണ്ടത്, എന്നുള്ള ചോദ്യങ്ങളൊക്കെ മലയാളത്തിനും ഇംഗ്ലീഷിനും ഒക്കെ ചോദിക്കും. ഇംഗ്ലീഷ് ആണെങ്കിൽ വരുന്നത് ഇതുപോലെ തന്നെ ഒരു പാരഗ്രാഫ് കാണും. മേ ബി ഒരു പ്ലോട്ടായിരിക്കും ചെയ്യുന്നത്, എന്തെങ്കിലും ഒരു കഥയുടെ ഒരു കട്ടിങ്ങോ, അല്ലെങ്കിൽ ഏതൊരു സിറ്റുവേഷൻസ് ഒരു കട്ടിങ്ങോ, അല്ലെങ്കിൽ എവിടെയും നടന്ന സംഭവത്തിൻ്റെ, അല്ലെങ്കിൽ ഒരു വാർത്താ തലക്കെട്ടോ, അങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്തത്. അവിടുന്ന് ഒരു 5 തൊട്ട് 8 ക്വസ്റ്റ്യൻ വരെ മാക്സിമം കാണും. അതിനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. പിന്നെ ഗ്രാമർ പാർട്ടിനകത്ത് ആർട്ടിക്കിൾസ്, കോൺകോഡ്, ടെൻസ്, ടൈം, പ്രപ്പോസിഷൻസ്, ഫ്രേസൽ വെർബ്, പിന്നെ ജെറണ്ട്, ഓക്സിലറി, വൊക്കാബുലറി, പിന്നെ ലിങ്കേഴ്സ്, ഇതൊക്കെയാണ് മോക്സിൽ ചോദിച്ചിരിക്കുന്നത്. പിന്നെ പെഡഗോഗിക്കൽ പാർട്ടിലേക്ക് വരുമ്പോൾ ലാംഗ്വേജ് അക്വിസിഷൻ ആൻഡ് ലേണിംഗ്, ലാംഗ്വേജ് നേടിയെടുക്കുന്നതും പഠിച്ചെടുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാറുണ്ട്. പിന്നെ ലാംഗ്വേജ് ആൻഡ് തോട്ട്, ഭാഷയും ചിന്തയും തമ്മിലുള്ള വ്യത്യാസത്തെപ്പറ്റി ചോദിക്കാറുണ്ട്.
പിന്നെ ലാംഗ്വേജ് സ്കില്ല്, അതായത് നമ്മുടെ LSRW ഇല്ലേ, ലിസണിങ്, സ്പീക്കിങ്, റീഡിങ്, റൈറ്റിങ്, അതാണ് ഉദ്ദേശിക്കുന്നത് ലാംഗ്വേജ് സ്കില്ല് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ഭാഷണം, വായന, എഴുത്ത്, അങ്ങനെ കേൾവി, അതാണ് റീഡിങ്, റൈറ്റിങ്, സ്പീക്കിങ്, റൈറ്റിംഗ് എന്ന് പറയുന്ന സാധനം LSRW. പിന്നെ വരുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് ഇൻ LP, UP ആൻഡ് HS ക്ലാസ്സസ്. എങ്ങനെ പഠിപ്പിക്കണം, ലാംഗ്വേജ് എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കണമെന്നുള്ള രീതിയിൽ ഇപ്പം നമ്മുടെ ഇതുണ്ട്, ഏതാണ് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ 1ാം ക്ലാസ്സിൽ നമ്മൾ ചെന്നാൽ, അല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാമല്ലോ KG ക്ലാസ്സുകളിലൊക്കെ ചെന്നാൽ കുട്ടികളെ എഴുത്ത് പഠിപ്പിക്കാൻ നേരം നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഏത് ലാംഗ്വേജ് ആദ്യം എഴുതിപ്പിക്കുന്നത് അറിയാവോ? ഏതൊക്കെ ലാംഗ്വേജ് ആണെന്നറിയാമോ ഇംഗ്ലീഷിലൊക്കെ ആദ്യം എഴുതിപ്പിക്കുന്നത്? എനി ഐഡിയ? അറിയോ? ഇല്ലെങ്കിൽ കേട്ടോ, ആദ്യം നമ്മൾ എഴുതിപ്പിക്കുന്നത് L എഴുതിപ്പിക്കും, പിന്നെ F എഴുതിപ്പിക്കും, അതേ കുട്ടി E എഴുതിപ്പിക്കും, പിന്നെ അതേ കുട്ടി H എഴുതിപ്പിക്കും ഉണ്ട്. അതായത് സ്റ്റാൻഡിങ് ലെറ്റേഴ്സ് നമ്മൾ ആദ്യം എഴുതിപ്പിക്കുന്നത്, അതായത് നിൽക്കുന്ന കുട്ടികൾക്ക് കൈക്ക് ചലനം കുറവല്ലേ, അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്റ്റാൻഡിങ്ങും സ്ലീപ്പിങ്ങും ലൈൻസാണ് നമ്മൾ ആദ്യം എഴുതിപ്പിക്കുന്നത് കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം കുട്ടികൾ ഇതൊക്കെ പഠിക്കാൻ പാടുണ്ടെങ്കിൽ ഇതിനെ കൂട്ടി അത്, അതിനെ കൂട്ടി ഇതിൽ നിന്നൊരു വരച്ചാൽ അങ്ങോട്ട്, അങ്ങനെ നമ്മൾ പറഞ്ഞാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ വലിയ ക്ലാസ്സിൽ ചെന്നാൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ, ചിലപ്പോൾ J ഒക്കെ തിരിച്ചെഴുതുന്ന കുട്ടികളുണ്ട് അല്ലേ, ചില സന്ദർഭങ്ങളൊക്കെ കാണാൻ പറ്റും. ഇങ്ങനെയൊക്കെ J എഴുതി വെക്കും, ഇങ്ങനെ എഴുതേണ്ടതിന് പകരം ഇങ്ങനെ എഴുതി വെക്കും, ഇങ്ങനെ എഴുതി വെക്കും, കണ്ടിട്ടില്ല നിങ്ങൾ മിറർ ഇമേജ് പോലെ എഴുതി വെക്കുന്നത്? അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ട്. എല്ലാണെങ്കിൽ ഇങ്ങനെ എഴുതി വെക്കും. അങ്ങനെയുള്ള പിന്നെ ചിലരുണ്ട് നേരെ എഴുതത്തില്ല, H എഴുതി ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും എഴുതി വരുന്നത്. നമ്മൾ സാധാരണ എഴുതാൻ പഠിക്കുന്നത് എങ്ങനെ, ഇങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെയല്ലേ പഠിക്കുന്നത്. ഇവരെഴുതുന്നത് എങ്ങനെയാണ്, ബാക്കിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ വന്ന് ഇങ്ങനെ എഴുതും, കണ്ടോ? അതൊക്കെ മാറ്റണം. അങ്ങനെ കുട്ടികളൊക്കെ കണ്ടാൽ അത് സ്പോട്ടിൽ വെച്ച് നമ്മൾ മാറണം. എഴുതേണ്ട രീതിയിലൂടെ, ഏത് ക്രമത്തിലൂടെയാണ് പോകുന്നത്, നമ്മൾ അധ്യാപകരെ നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ, അതായത് വിലയിരുത്തലും അതുപോലെ തന്നെ നമ്മൾ അവരെ നമ്മുടെ ഇവാലുവേഷൻ, നമ്മളവരെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നു, അതുമാണ് നമുക്ക് ഇംഗ്ലീഷിനകത്ത് മെയിൻലി പഠിക്കാനായിട്ടുള്ളത്. ഇവിടെ നിന്നാണ് ചോദ്യങ്ങൾ കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഉള്ളതാണ് നമ്മുടെ സോഷ്യൽ സയൻസ്. നമുക്ക് കാറ്റഗറി 2-നും അതുപോലെ തന്നെ PSC എക്സാംസിനൊക്കെ എപ്പോഴും ചോദിക്കുന്ന സോഷ്യൽ സയൻസ് ചോദ്യങ്ങൾ വരുന്നത് 5 മുതൽ 10 വരെയുള്ള സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് കേട്ടോ. 5 മുതൽ 10 വരെയുള്ള സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്, സോഷ്യലിൻ്റെ സബ്ജക്റ്റിൽ നിന്നാണ്. ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ് എന്നൊക്കെ ഇങ്ങനെ സ്പ്ലിറ്റ് ആവും. മെയിൻലി ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫി കേട്ടോ. ഹിസ്റ്ററി, ജോഗ്രഫി എന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. പിന്നെ അതിനകത്ത് IT സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കും കേട്ടോ. IT സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, പുതിയതായിട്ട് വന്ന കാര്യങ്ങൾ, പിന്നെ നവോത്ഥാനം, പിന്നെ കലാപങ്ങൾ, കേരള ചരിത്രം, സ്വാതന്ത്ര്യ സമരം, പിന്നെ അതുപോലെ തന്നെ ഭൂമിശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, പൊളിറ്റിക്സ്, എക്കണോമിക്സ്, പിന്നെ അതൊക്കെ ഉദ്ദേശിക്കുന്നത്, അതായത് സാമ്പത്തിക ശാസ്ത്രം, സാമൂഹ്യ ശാസ്ത്രം, സോഷ്യൽ സയൻസ്, പിന്നെ രാഷ്ട്രതന്ത്രശാസ്ത്രം, ഇതൊക്കെയാണ് അവിടെ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻലി പഠിക്കാനായിട്ടുള്ളത്. പിന്നെ ലോക ചരിത്രം എന്ന് പറഞ്ഞാൽ വേൾഡ് ഹിസ്റ്ററി, അതും നമുക്ക് കുറച്ച് പഠിക്കാനായിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് നമുക്ക് കവർ ചെയ്ത് പോകേണ്ടത്. സത്യം പറഞ്ഞാൽ പഠിക്കാൻ ഇച്ചിരിയല്ല, ഒത്തിരിയുണ്ട്. ഈ ഒത്തിരിയിൽ നിന്നാണ് നമുക്ക് ഇത്രയും ചോദ്യങ്ങൾ, വളരെ ഷോർട്ടായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. 150 ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ പണ്ടത്തെ കാലത്തെ പോലെ ലാഘവത്തോടെ പരീക്ഷ എഴുതിയിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് മാറി, പാറ്റേൺസ് മാറി, പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പഴയ കാര്യങ്ങളുണ്ട്, എന്നാൽ പോലും പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി നമ്മൾ ബോധവാന്മാരാകണം. അതിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, ആക്ടിവിറ്റീസ് മനസ്സിലാക്കണം, അത് ചെയ്യേണ്ട രീതികൾ മനസ്സിലാക്കണം. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതിനെയൊക്കെ മനസ്സിലാക്കി നമ്മൾ വരുമ്പോൾ നമുക്ക് സമയം കിട്ടാതെ വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കഷ്ടപ്പെടണം. പ്രത്യേകിച്ച് സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നിങ്ങൾക്ക് അടുത്ത് കിട്ടുമെങ്കിൽ അത് നിങ്ങൾ വായിച്ച് പ്രിൻ്റ് ഔട്ട് തന്നെ വാങ്ങിച്ച് കയ്യിൽ വെക്കണം കേട്ടോ. സ്കൂളിനൊക്കെ പരിചയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ കിട്ടും. ഇപ്പം 1, 3, 5, 7 ടെക്സ്റ്റ് ബുക്കുകൾ മാറിയോണ്ട് തന്നെ അടുത്തുള്ള സ്കൂളിലൊക്കെ ചോദിച്ചാൽ കഴിഞ്ഞ കൊല്ലത്തൊക്കെ മിച്ചം ഇരിക്കുന്ന, അല്ലെങ്കിൽ പിള്ളേരുടെ അടുത്തുണ്ടെങ്കിൽ കഴിഞ്ഞ കൊല്ലം 1, 3, 5, 7 ഒക്കെ ഇറങ്ങിയ കുട്ടികളുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ ടെക്സ്റ്റ് ബുക്കുകൾ കിട്ടും. ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, വാങ്ങിച്ച് വെക്കണം കേട്ടോ. ഇങ്ങനെ വേണം പഠിച്ചു തുടങ്ങാൻ. അല്ലാതെ ചാടിക്കയറി കിട്ടുന്നതെല്ലാം ഫോണിൽ നോക്കി പഠിക്കാമെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, ഇത്രയും നേരം നിങ്ങൾക്ക് ഫോണിൻ്റെ മുമ്പിലിരുന്ന സ്ക്രീൻ ടൈം കൂടും, നിങ്ങളുടെ കണ്ണിന് അത് അഴുക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ച് എന്ത് ചെയ്യാൻ നോക്കണം, വായിച്ച് പഠിക്കാനായിട്ട് നോക്കണം. കൂടാതെ എഴുതി പഠിക്കണം. എഴുതി പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. രാത്രി കിടക്കുന്നതിന് മുമ്പും രാവിലെ എണീക്കുമ്പോഴും നിങ്ങൾ എന്താണ് തലേദിവസം പഠിച്ചത് നോക്കണം. ചെറിയ ടോപ്പിക്കല്ല പഠിച്ച് എന്നെ നോക്കി ആ നോക്കിയ കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്തിട്ട് വേണം പഠിച്ചു തുടങ്ങുവാൻ. അല്ലെങ്കിൽ നിങ്ങൾ അപ്പം മറന്നുപോയെന്ന് വിചാരിക്കുക, അപ്പം തന്നെ ബുക്ക് എടുത്ത് തുറന്നൊന്ന് വായിച്ചു നോക്കി, പിന്നെ നിങ്ങളത് മറക്കത്തില്ല. അതാണ് പഠനത്തിൻ്റെ സ്റ്റഡി ടെക്നിക്സിനകത്ത് നമ്മൾ പറയാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ മാത്സ് ആണെങ്കിൽ ചെയ്ത് പഠിക്കണം. ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ
മാത്സ് മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അതുപോലെ ബ്രൈറ്റ് ആയിരിക്കണം അത് മനസ്സിലാക്കാതിരിക്കാൻ. അല്ലെങ്കിൽ ഒരു തവണ കണ്ടാലുടനെ ക്രാക്ക് ചെയ്യാനായിട്ട് യന്ത്രിനെ പോലെ ശക്തിയുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. ഒരു തവണ ക്വസ്റ്റ്യൻ ചുമ്മാ മറിച്ച് നോക്കിയിട്ട് പുസ്തകം ഇങ്ങനെ കറക്കിയിട്ട് പോയാലും മതി. പക്ഷേ നമ്മളാരും അത്രക്കാരല്ല അല്ലേ. അതുകൊണ്ട് തന്നെ ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ ഗണിതം എന്ന് പറഞ്ഞ വിഷയം നിങ്ങളുടെ മനസ്സിൽ നിൽക്കത്തുള്ളൂ. സയൻസും എന്ന് പറഞ്ഞ വിഷയം വായിച്ച് പഠിക്കണം, നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കി പഠിക്കണം സയൻസൊക്കെ പ്രത്യേകിച്ച്. അല്ലാതെ മനഃപ്പാഠമാക്കരുത്, ഒരു വിഷയങ്ങൾ നിങ്ങൾ മനഃപ്പാഠമാക്കരുത്. എങ്ങനെ വന്നു, ഇതിൻ്റെ പാർശ്വഫലങ്ങൾ എന്തൊക്കെ, അതിൻ്റെ തിയറീസ് എന്നൊക്കെ, അവരെന്തൊക്കെ കണ്ടുപിടിച്ചു എന്നിങ്ങനെ കണക്ട് ചെയ്ത് മനസ്സിലാക്കി പഠിക്കുവാണെങ്കിൽ, സ്റ്റോറി ബിൽഡ് ചെയ്തോ അല്ലെങ്കിൽ ഒരു കോഡ് ബിൽഡ് ചെയ്തൊക്കെ പഠിക്കുവാണെങ്കിൽ കൂടുതൽ നമ്മൾ ഓർമ്മയിൽ നിൽക്കും കേട്ടോ. അങ്ങനെയുള്ള ടെക്നിക്സൊക്കെ യൂസ് ചെയ്ത് പഠിക്കണം. നമ്മൾ കുറേ ടെക്നിക്സിനകത്ത് പറയുന്നുണ്ട്, നമ്മൾ ക്ലാസ്സിലൊക്കെ പഴയതൊക്കെ അറിയാം അല്ലേ. ടെക്നിക്സൊക്കെ നമ്മൾ ഒരുപാട് യൂസ് ചെയ്താണ് പോകുന്നത്, മുന്നോട്ട് പോകുന്നത്. അപ്പം അങ്ങനെയുള്ള ടെക്നിക്സ് അല്ലെങ്കിൽ നിങ്ങളൊരു കോഡ് കണ്ടുപിടിക്കണം, അത് നമുക്ക് ക്ലാസ് റൂമിൽ പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് എളുപ്പമാക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെയുള്ള ഒരുപാട് സാധ്യതകൾ നമ്മൾ തുറന്നത്, അത് നമുക്ക് ക്ലാസ് റൂമിൽ ചെന്നും പ്രയോഗിക്കാം, അതാണ് നമുക്ക് കിട്ടുന്ന ഗുണം. അപ്പം അങ്ങനെയുള്ള സാധ്യതകളൊക്കെ നമ്മൾ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരുമിച്ച് പഠിച്ച് മുന്നോട്ട് പോകാം. ഇതൊക്കെയാണ് നിങ്ങൾക്ക് സബ്ജക്റ്റ് പഠിക്കാനായിട്ടുള്ളത്. ഇതിൻ്റെ PDF ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. പഠിക്കേണ്ട കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് വായിച്ച് നോക്കുക, കിട്ടുന്ന കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് പഠിക്കുക കേട്ടോ. ഇനി നമ്മൾ നാളെ തൊട്ട് റെക്കോർഡ് ക്ലാസ്സുകൾ രാവിലെ ഗ്രൂപ്പിലിടും. ഡെയിലി ഒരു ക്ലാസ് വെച്ച് നിങ്ങൾക്ക് തരത്തുള്ളൂ കേട്ടോ. ഒരു ക്ലാസ് വെച്ച് തരും. പതുക്കെ ഒരു മാസം കഴിയുമ്പോൾ അത് 2 ആവും, പിന്നെ ഒരു മാസം കഴിയുമ്പോൾ അത് 3 ക്ലാസ് വെച്ചാവും കേട്ടോ, റെക്കോർഡറായിട്ടുള്ള ക്ലാസ്സുകൾ. കാരണം നിങ്ങൾ ട്രാക്കിലേക്ക് വരണമല്ലോ. അതായത് ചാടി കയറി ഞാൻ ആദ്യം 5 ക്ലാസ് അയച്ചിട്ട് നിങ്ങളത് കണ്ടോന്ന് ചോദിച്ചാൽ എനിക്ക് നിങ്ങളുടെ മേൽ കുതിര കയറാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ കുറേശ്ശെ വെച്ച് നാളെ തൊട്ട് പഠിച്ചു തുടങ്ങണം. നാളെ രാവിലെ ഫസ്റ്റ് റെക്കോർഡ് ക്ലാസ് വരും, വൈകുന്നേരം തൊട്ട് നമ്മൾ ലൈവ് ക്ലാസ്സുകൾ സബ്ജക്റ്റ് വൈസ് തുടങ്ങും കേട്ടോ. നിങ്ങൾക്ക് ഇനിയും വരുന്ന ലിങ്കിൻ്റെ അകത്ത് സബ്ജക്റ്റ് ഏതാണെന്നും അതുപോലെ തന്നെ അതിൻ്റെ സമയം എപ്പോഴാണെന്നും ഡേറ്റ് എപ്പോഴാണെന്നും നോക്കുള്ള എല്ലാ ഡീറ്റെയിൽസും വരുന്ന ലിങ്കിൻ്റെ താഴെ തന്നെ കാണും കേട്ടോ. അത് വായിച്ച് മനസ്സിലാക്കി കയറുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഇനി ഡൗട്ട്സ്? ചോദിച്ചോ.